ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സിൽ ഇനിയിപ്പോൾ യൂണിറ്റ് 2 നോക്കാനുള്ളത്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ ഇതിനൊരു ചോദ്യം എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസ് വരുന്നത്. ടോട്ടൽ ഇൻകം മീൻസ് അഗ്രിഗേറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം ആഫ്റ്റർ ഡിഡക്ഷൻസ് ഓഫ് ATC to ATU. ഓക്കെ, അപ്പോൾ ATC to ATUവിൻ്റെ ക്ലാസ് ഞാൻ വേറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന നേരത്ത് നമ്മൾ താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. കമ്പ്യൂട്ട് ദ ഇൻകം അണ്ടർ ദ ഹെഡ്സ് സച്ച് ആസ് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതായത് ഈ 5 ഹെഡുകളുണ്ടല്ലോ, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, പിന്നെന്താണ് ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. കൺസിഡറിങ് ദ ക്ലബിങ് ആൻഡ് സെറ്റ് ഓഫ്, ക്ലബ് ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യുക, പിന്നെന്താണ് ക്യാരി ഫോർവേഡ് ചെയ്യുക. എന്നിട്ട് എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടെത്തുക. ഡിഡക്ഷൻസ് അലൗഡ്, അതായത് അപ്പോൾ ATC to ATU വരെയുള്ള ഡിഡക്ഷൻസ് കാണുക. അപ്പോൾ ടോട്ടൽ ഇൻകം കിട്ടും. പിന്നെ എന്താണ് ടോട്ടൽ ഇൻകം റൗണ്ട് ഓഫ് ചെയ്യുക. അത് 10 രൂപേനെ മൾട്ടിപ്പിൾസ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരിക. ആദ്യം ഇൻകം ഫ്രം സാലറി ചെയ്താൽ ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിന്, അതർ സോഴ്സ് എല്ലാം കൂടി കൂട്ടുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. പിന്നെ ഡിഡക്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ATC മുതൽ ATU വരെയുള്ള ഡിഡക്ഷൻസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഇൻകം കിട്ടും. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു എക്സാം വരുന്ന നേരത്ത് ടോട്ടൽ ഇൻകം കാണുമ്പോഴാണ് ഈ ഒരു ഫോർമാറ്റ് ആദ്യം എഴുതി വെക്കുക എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. ഇനി ഇല്ലസ്ട്രേഷൻ 1 ആണ്. അതിലെന്താണ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25. അപ്പോൾ സാലറി കൊടുത്തിട്ടുണ്ട്, ബോണസ് കൊടുത്തിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് എലവൻസ് കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ ബില്ല് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടിയത് കൊടുത്തിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് പ്രൈവറ്റ് ക്ലിനിക്കിൽ ചെയ്തതാണ്, പിന്നെന്താണ് HRA കിട്ടിയത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൗസ് റെൻ്റ് എലവൻസ് 4000 പെർ മന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 6000 ആണ് ശരിക്കും റെൻറ്റ് അടയ്ക്കുന്നത്. അതൊരു പ്രൈവറ്റ് കൺസേണിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഒരു ചെറിയ കാറ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് ഓഫ് ഇറ്റ്സ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് സാലറി ഓഫ് ദ ഡ്രൈവർ ആർ ബോൺ ബൈ കമ്പനി. അപ്പോൾ അതായത് ഒരു ചെറിയ കാറ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചിലവുകൾ അതേമാതിരി മെയിൻ്റനൻസും പിന്നെ ആ ഡ്രൈവർക്കുള്ള ശമ്പളം കൊടുക്കുന്ന കമ്പനിയാണ്. ദ കാർ ഈസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ്. അതായത് പേഴ്സണൽ പർപ്പസിനും അതേപോലെ ഒഫീഷ്യൽ പർപ്പസിനും കാർ യൂസ് ചെയ്യുന്നുണ്ട്. എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് 14% സാലറി ഓഫ് എന്താണ് RPF ആണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയിയും 14% സാലറി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക്. അത് 10500 ആണ്. അത് 10.5. ഹി പെയ്ഡ് എ പ്രീമിയം ഓഫ് ₹18,000. 18,000 രൂപ പ്രീമിയം അടച്ചിട്ടുണ്ട്. ഓൺ ദ പോളിസി ഓൺ ഇസ് ഓൺ ലൈഫ്. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് 57,000 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. ആദ്യം നമ്മൾ ഇൻകം ഫ്രം സാലറി ചെയ്തുക. അപ്പോൾ ഇൻകം ഫ്രം സാലറി വരുന്ന നേരത്ത് ബേസിക് സാലറി കൊടുത്തിട്ടുണ്ട് 30,000 പ്രതിമാസമാണ്. അപ്പോൾ 30,000 പ്രതിമാസം എന്ന് പറയുമ്പോൾ 30,000 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. പിന്നെ ബോണസ് പ്രതിമാസം കിട്ടുന്നതല്ല, വർഷത്തിലൊരിക്കൽ കിട്ടുന്നതാണ്. അതെന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. പിന്നെ എൻ്റർടൈൻമെൻറ്റ് എലവൻസ് ആണ്. അതെന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. അതും പ്രതിമാസം കിട്ടുന്നതാണ് കണക്കാക്കുന്നത്. പിന്നെ മെഡിക്കൽ ബില്ലിന് റീഇംബേഴ്സ്മെൻറ്റ് 37,000 കിട്ടിയിട്ടുണ്ട്. അതിവിടെ ആഡ് ചെയ്യാം. കാര്യം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലാണ്. ഈ റീഇംബേഴ്സ്മെൻറ്റ് എന്താണ് കുറയ്ക്കാൻ സാധിക്കില്ല. അത് ഇതിലേക്ക് ആഡ് ചെയ്തേ പറ്റുള്ളൂ. നെക്സ്റ്റ് ഹൗസ് റെൻ്റ് എലവൻസ് 4,000 കിട്ടി. 6,000 ആണ് നമ്മൾ ശരിക്കും ചിലവാക്കുന്നത്. അപ്പോൾ അതിൽ HRA എടുക്കുക. HRA എടുക്കുന്ന നേരത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ HRAൻ്റെ കേസ് നിങ്ങൾ ഇവിടെ നോക്കുക. അതായത് HRA എടുക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ HRA മൊത്തം എത്ര കിട്ടി, HRA കിട്ടിയിരിക്കുന്നത് 4,000 ആണ് അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് 4,000 ആണ് കിട്ടിയിരിക്കുന്നത്. അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 48,000. HRA ആക്ച്വൽ റിസീവ്ഡ് പെർ ആനം, അതായത് ഒരു വർഷം കിട്ടിയ 48,000 ആണ്. ഇനി സാലറീൻ്റെ 10% എടുക്കുക. സാലറി മൊത്തം വന്ന് 3,60,000 ആണ്. അതിൻ്റെ 10% 36,000. അത് നോക്കുക. പിന്നെന്താണ് സാലറീൻ്റെ 50%, അത് ഇവിടെ നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കേണ്ടത് ഇതിലേതാണ് ചെറുത് നോക്കുക. ആക്ച്വൽ HRA ആണോ, അല്ലെങ്കിൽ എക്സസ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% സാലറി ആണോ, 50% ഓഫ് സാലറി ആണോ. അപ്പോൾ 50% ഓഫ് സാലറി അല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റ് രണ്ടും ചെറുതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക. അതാണ് എക്സംപ്റ്റഡ് വരിക. അപ്പോൾ ഈ ആക്ച്വൽ കിട്ടിയ HRA എന്ത് ചെയ്യുക, ഇത് കുറയ്ക്കുക. അപ്പോൾ ബാക്കി 12,000 നിങ്ങൾ നോക്കിയാൽ ഇവിടെ മനസ്സിലാവുന്നുണ്ടാവും. അതായത് ആക്ച്വൽ HRA
എത്രയാണ്? അത് 48,000 അപ്പോൾ ബേസിക് സാലറീൻ്റെ 10% നോക്കുക, ഈ സാലറീൻ്റെ 50% നോക്കുക, പിന്നെ എന്ത് ചെയ്യുക, എക്സംപ്റ്റഡ് അത് നോക്കുക, അത് ആക്ച്വൽ HRA നോക്കുക, ഇത് മൂന്ന് നോക്കുക. അപ്പോൾ അത് മൂന്നിലും എക്സംപ്റ്റഡ് ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 36,000 സോറി ഈ 10% സാലറി ഉണ്ടല്ലോ, ഈ 48,000 ഈ 36,000 എന്താണ് ഏറ്റവും ചെറുത്, അത് എന്താണ്, അതാണ് എക്സംപ്റ്റഡ് ആവുക. ആക്ച്വൽ 10% ഓഫ് സാലറി ദെൻ 50% ഓഫ് സാലറി, അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതാണ്. അപ്പോൾ ഈ ആക്ച്വൽ കിട്ടിയ HRA എന്ത് ചെയ്യുക, ഈ 36,000 കുറച്ചാൽ 12,000 രൂപയാണ് ടാക്സബിൾ ആവുക. അതാണ് എവിടെ വന്നിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത് HRAയിൽ. പിന്നെ പെർക്യൂസിറ്റ് ഓഫ് കാറാണ്. പെർക്യൂസിറ്റ് ഓഫ് കാറ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമ്മുടെ പെർക്യൂസിറ്റ് ഓഫ് കാറ് പ്രതിമാസം വിത്ത് ഡ്രൈവർ 2,700 അതിനെന്ത് ചെയ്യുക, 12 മൾട്ടിപ്ലൈ, അതായത് സ്റ്റാൻഡേർഡാണ്, നമ്മൾ 5th സെമ്മിൽ പഠിച്ച കാര്യമാണ്. പിന്നെ നമ്മുടെ എന്താണ്, അത് പെർക്യൂസിറ്റ് ഓഫ് കാർ കഴിഞ്ഞിട്ട് നമ്മുടെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസാണ്. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സസ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സസ് കോൺട്രിബ്യൂഷൻ ബൈ എംപ്ലോയർ ആണ്. അപ്പോൾ അതിൽ 3,60,000 എന്താണ് 2% എടുക്കാം. ഓക്കെ, 2/100, അതായത് 12% മാത്രമേ ആര് കൊടുക്കാൻ പാടുള്ളൂ, എംപ്ലോയർ കൊടുക്കാൻ പാടുള്ളൂ. 14% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12% വരെയാണ് ടാക്സ് ഉണ്ടാവില്ല. അപ്പോൾ എക്സസ് വന്ന് 2% ടാക്സ് ഇവിടെ കാണിക്കാം. പിന്നെന്താണ്, എക്സസ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ടു PF ആണ്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10.5 ആണ്. അപ്പോൾ 10.5 വരെ എന്ത് ചെയ്യുക, അതിനെ നോക്കിക്കഴിഞ്ഞാൽ 1% എക്സ്ട്രാ വന്നിട്ടുണ്ട്. 9.5 വരെ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് 1/10.5 വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, 1/10.5 കേട്ടോ. നെക്സ്റ്റ് എല്ലാം കൂടി വരുമ്പോൾ എന്താണ്, ഗ്രോസ് സാലറി കിട്ടി. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് എപ്പോഴും 50,000 രൂപ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അത് 5th നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ 4,71,600 ഇൻകം ഫ്രം സാലറിയാണ്. പിന്നെ ഇവിടെ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, ഇൻട്രസ്റ്റ് ഫ്രം അതർ സോഴ്സാണ്. അതെ സേവിങ്സ് ബാങ്കിന് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ഇനി ഡിഡക്ഷൻസ് ആണ്. അത് ATC ടു ATUയിൽ ATCയിൽ വരുന്നത് എന്താണ്, ഈ പറയുന്ന നമ്മുടെ ATCയിൽ വരുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് 80,400. അതിൻ്റെ കൂടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കുറിച്ചും പറയുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 18,000 രൂപ അടയ്ക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, 68,400. പിന്നെ എന്താണ്, പിന്നെ ശ്രദ്ധിക്കുക, നമുക്കൊരു സേവിങ്സ് ബാങ്കിൽ നിന്നാണ് ഒരു ചെറിയ പൈസ കിട്ടുന്നത്. ഓക്കെ, അത് സേവിങ്സ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പൈസ ആയതുകൊണ്ട് എന്താണ്, ഈ പറഞ്ഞ ATTTA 10,000 രൂപ വരെ എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ അതും അതിലേക്ക് കൂട്ടാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്, ഈ പറയുന്ന ഇതിൻ്റെ കൂടെ ഈ ഒരു 10,000 കൂടി ആഡ് ചെയ്തിട്ട് 78,000 ഡിഡക്ഷനാണ്. അപ്പോൾ 5,28,600 ഈ 78,400 കുറച്ചാൽ 4,50,200 വരുന്നത്. അതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുക എന്നുള്ളതാണ്, ഈ ഒരു ഓർഡർ പ്രകാരം നിങ്ങൾ എഴുതുക എന്നുള്ളത്. ഓക്കെ, ഇനി ഇല്ലസ്ട്രേഷൻ 2 നമുക്ക് നോക്കാം. അപ്പോൾ ഇല്ലസ്ട്രേഷൻ 2ൽ മിസ്റ്റർ എ ഫർണിഷസ് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്, അതായത് അയാളുടെ ഇൻകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഇദ്ദേഹത്തിന് നെറ്റ് സാലറി 1,65,000 കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ഫോളോയിങ്, അതായത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഈ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് 14,000. LIC പ്രീമിയം വന്നിട്ടുണ്ട്, അത് 12,000 വന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് 10,000 വന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് 10,000 വന്നിട്ടുണ്ട്. പിന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 12,000. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 5,000. ഫിക്സ്ഡ് മെഡിക്കൽ അലവൻസ് 2,000 പെർ മന്ത് കൊടുത്തിട്ടുണ്ട്. പ്രൊവൈഡഡ് ഫർണിഷ്ഡ് ഹോം അറ്റ് കൊച്ചിൻ, അതായത് എംപ്ലോയർ തന്നെ, ഇയാളുടെ ജോലി എംപ്ലോയർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഹോം ഫുൾ ഫർണിച്ചറുള്ള ഒരു വീട് കൊച്ചിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ 2,000 രൂപ റെൻറ്റും കൊടുക്കുന്നുണ്ട്. ഡിഡക്റ്റഡ് 200 പെർ മന്ത് ഫ്രം ഈ സാലറി. ഈ റെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇതിൽ 2,000 കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ 200 രൂപ സാലറിയിൽ നിന്ന് പിടിക്കുന്നുണ്ട്.
ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 25,000-ൻ്റെ. അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 18,000 ഫ്രീ ഗ്യാസ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിലവ് വരുന്നത് 1,000 രൂപയാണ്. എംപ്ലോയർ ഹാസ് ഗിവൺ എ ലാർജ് കാർ, വലിയൊരു കാർ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. ആർമേഡ് ബൈ മിസ്റ്റർ എ അതിൻ്റെ എക്സ്പെൻസുകളൊക്കെ പേഴ്സണൽ യൂസിന് വേണ്ട ചിലവുകളൊക്കെ എ തന്നെയാണ് വഹിക്കുന്നത്. ടോട്ടൽ ഇൻകം കാണാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൽ സൊല്യൂഷൻ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആണ്. അപ്പോൾ നെറ്റ് സാലറി ആദ്യം എഴുതുക, അതിലേക്ക് എന്ത് ആഡ് ചെയ്യുക, നമ്മുടെ ഈ പറഞ്ഞ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഡിഡക്റ്റ് ചെയ്തതും LIC, അതായത് ഈ 3 കാര്യങ്ങളെ വീണ്ടും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സാലറീൻ്റെ കൂടെ എന്താണ് ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടും LICൻ്റെ പ്രീമിയം ഇൻകം ടാക്സും ആഡ് ചെയ്ത് വീണ്ടും കൊടുക്കുക. അപ്പോൾ എന്നിട്ട് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് അത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് സാലറിയിലേക്ക് തന്നെ ആഡ് ചെയ്യുക, കാര്യം അതിന് എക്സംഷൻ കിട്ടില്ല എന്നുള്ളതാണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസും കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇയാളൊരു ഗവൺമെൻറ് എംപ്ലോയി അല്ല. മെഡിക്കൽ അലവൻസ് ഇവിടെ പറയുന്നത് ഫിക്സഡ് മെഡിക്കൽ അലവൻസ് 2,000 പെർ മന്ത് കിട്ടുന്നുണ്ട്, അതും ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് കൺസെഷണൽ അക്കോമഡേഷൻ ആണ്, അതായത് 2,000 വെച്ചിട്ട് എന്താണ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2,000 റെൻ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓർ 15% ആൻഡ് 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ റെൻറ്റ് പെയ്ഡ് തന്നെയാണ് കുറവ്. സാലറി നോക്കിക്കഴിഞ്ഞാൽ 2,10,10 ഉണ്ടല്ലോ ബേസിക് സാലറി. അപ്പോൾ അതിൻ്റെ 10% 15% നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇത് തന്നെയാണ് കുറവ്. അപ്പോൾ ഇത് അതിലേക്ക് ആഡ് ചെയ്യുക. വാല്യൂ ഓഫ് ഫർണിച്ചർ, അതായത് ഇതിൻ്റെ ഫർണിച്ചറിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 24,000-ൻ്റെ 10% ഇതിലേക്ക് എടുക്കുക. അതായത് മൊത്തം റെൻറ്റ് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്നത് 2,000 ആണ്. അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24,000 വന്നു. ഓക്കെ, ആ 24,000-ൻ്റെ 10% എടുത്താൽ 2,500. 24,000-ൻ്റെ എന്താണ് എടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 10 നമ്മൾ 25,000-ൻ്റെ നമ്മുടെ ഫർണിച്ചറിൻ്റെ കോസ്റ്റ് അതിൻ്റെ 10% എടുക്കുക, 2,500. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് കൺസ്ട്രക്ഷൻ അക്കോമഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന 26,500 വന്ന്. അപ്പോൾ റെൻറ്റ് ചാർജ്ഡ് ഫ്രം എംപ്ലോയി നോക്കിക്കഴിഞ്ഞാൽ 200 രൂപ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യാം, ഇതൊന്ന് കുറയ്ക്കുകയും ചെയ്യാം. അതായത് ഇപ്പോൾ കൊടുക്കുന്ന റെൻറ്റ് അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഫർണിച്ചറിൻ്റെ കോസ്റ്റിൻ്റെ 10% കൂടി കൂട്ടുക. അപ്പോൾ 26,500 വന്ന് അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്, ഇവിടെ റെൻറ്റ് കൊടുക്കുന്നത് 2,000 പെർ മന്താണ്. അപ്പോൾ അത് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24,000 ആണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഫർണിച്ചറിൻ്റെ കോസ്റ്റ് ഇവിടെ പറയുന്നത് എത്രയാണ്, ഫർണിച്ചറിൻ്റെ കോസ്റ്റ് അതെ 25,000. ആ 25,000-ൻ്റെ 10% കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക, 26,500. അതിൽ നിന്ന് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയി എന്താണ് 200 വെച്ച് എംപ്ലോയിൻ്റെ മാസം പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് 2,400 വരും ഒരു കൊല്ലത്തേക്ക്. അത് കുറച്ചാൽ 24,100. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഗ്യാസും ഇലക്ട്രിസിറ്റിയൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1,000 ആണ് പെർ മന്ത് കിട്ടുന്നത്, 12,000 രൂപ വരും. കാറിൻ്റെ വാല്യൂ എത്രയാണ്, വലിയ കാറാണ്, പക്ഷേ പേഴ്സണൽ പർപ്പസിന് വേറെ തന്നെ ചിലവാണ്. അതുകൊണ്ട് കമ്പനി പർപ്പസിന് മാത്രം ആയതുകൊണ്ട് 900 രൂപ എടുക്കുള്ളൂ. 900 × 12. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുക. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് ഈ ഗ്രോസ് സാലറി ഇവിടെ വരുന്നത്. ഇനി നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആണ്. അപ്പോൾ അത് ഇതൊന്ന് കുറയ്ക്കുക. എന്നിട്ട് എന്താണ് 80C പ്രകാരം എന്താണ് നമ്മുടെ ഈ RPF-ഉം LIC-യും 26,000. മറ്റേ ഇൻകം ടാക്സ് വരില്ല കേട്ടോ, അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിന് കുറയ്ക്കുക, ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ 2,12,900 രൂപയാണ് എന്ത് വരുന്നത്, ടോട്ടൽ ഇൻകം വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇല്ലസ്ട്രേഷൻ 3 ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 3 നോക്കാം. മിസ്റ്റർ എ ഈസ് വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടൻറ്റ്. മിസ്റ്റർ എ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇൻ എ പബ്ലിക് കമ്പനി ഇൻ കൊൽക്കത്ത ഹൂസ് പോപ്പുലേഷൻ ഇസ് മോർ ദാൻ 40 lakh. ആ കൊൽക്കത്തയിലെ പോപ്പുലേഷൻ 40 ലക്ഷത്തിലധികമാണ്. ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ. ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു പബ്ലിക് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക് പേ വരുന്നത് 25,000 പെർ മന്ത് ആണ്. DA വരുന്നത് എന്താണ് 10,000 പെർ മന്ത് ആണ്. അതിൻ്റെ 50% എന്താണ് ബേസിക് പേ ആണ്, ഫോമിങ് 50% ഓഫ് ബേസിക് പേ. ഇനി ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ട്. അത് 500 3 കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്.
ബോണസ് 50,000 കിട്ടുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ ടു RPF വരുന്നത് 14%. 12%ആണല്ലോ എംപ്ലോയി ആൻഡ് എംപ്ലോയർ നമുക്ക് എംപ്ലോയറിന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 14% വരുന്നുണ്ട്. പിന്നെ റെൻറ്റ് ഫ്രീ ഓൺഡ് ബൈ എംപ്ലോയർ വരുന്നത് എന്താണ്, ഫെയർ വാല്യൂ 36,000, കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 25,000 കൊടുക്കുന്നത്. റെൻ്റ് ഇല്ലാത്ത വീട് കൊടുക്കുന്നുണ്ട്. വീടിൻ്റെ എന്താണ് വാല്യൂ 36,000, റെൻറ്റ് ഫ്രീ. ഫെയർ വാല്യൂ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഫർണിച്ചർ 15,000 ആണെങ്കിൽ അതിൻ്റെ ചിലവ് വരുന്നത് 25,000. പിന്നെ 20,000 രൂപ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നുണ്ട്. ഈ ഓൺസ് എ ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഹാസ് ബീൻ ലെറ്റ് ഔട്ട് ഓൺ എ മന്ത്ലി റെൻറ്റ് ഓഫ് ₹10,000. ഇറ്റ്സ് മുനിസിപ്പൽ വാല്യുവേഷൻ 1 lakh. പിന്നെ ഫെയർ വാല്യൂ വരുന്നത് എന്താണ് 1,10,000 ഈ ഒരു ഹൗസിൻ്റെ. ഇയാൾക്കൊരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് എവിടെയോ, അതിന് റെൻറ്റ് കിട്ടുന്നുണ്ട് 10,000 വെച്ചിട്ട്. മുനിസിപ്പൽ വാല്യൂ അതിന് 10,000, ഫെയർ വാല്യൂ 1,10,000, സ്റ്റാൻഡേർഡ് റെൻറ്റ് 90,000. അതിൽ 10% അയാൾ മുനിസിപ്പൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഹി ഡൊണേറ്റഡ് 20,000 ടു ചീഫ് മിനിസ്റ്റർ. ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് 20,000 രൂപ. ഹി ഓൾസോ പെയ്ഡ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട് 22,000. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം നോക്കിയാൽ ബേസിക് പേ 25,000 × 12 വെച്ചിട്ട് 3 ലക്ഷം വരും. പിന്നെ DA എന്താണ്, അത് 10,000 നോക്കിക്കഴിഞ്ഞാൽ 10,000 × 12 അത് 1,20,000. ചിൽഡ്രൻ അലവൻസ് എന്താണ് 3 കുട്ടികളും കൂടി ആഡ് ചെയ്യുക. പിന്നെ അതിൽ എക്സംഷൻ കിട്ടുക എന്താണ് 100 രൂപ വെച്ച് 2 കുട്ടിക്കേ കിട്ടുള്ളൂ പ്രതിമാസം. അപ്പോൾ അവിടെ 500 രൂപ പ്രതിമാസം കിട്ടുന്നുണ്ട് 3 കുട്ടിക്ക് 12 മാസത്തേക്ക് അല്ലേ. 500 × 3 × 12 18,000 വരും. പിന്നെ എക്സംഷൻ 100 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് 500 × 3 × 12 100 × 2 × 12, കാരണം 2 കുട്ടിക്ക് വരെ 100 രൂപ കിട്ടുള്ളൂ. 2,400 രൂപ എന്താണ് എഡ്യൂക്കേഷൻ അലവൻസ് എക്സംഷൻ കിട്ടും. അപ്പോൾ അത് 15,600. പിന്നെ ബോണസ് 50,000 ആണ് വരിക. പിന്നെ എന്താണ് എക്സസ് കോൺട്രിബ്യൂഷൻ ടു RPF ബൈ എംപ്ലോയർ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എത്ര 14% ആണ്. അപ്പോൾ 14% ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ. അപ്പോൾ അത് എന്താണ് 3,20,000 ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ കൂട്ടേണ്ടത് ഈ ബേസിക് പേൻ്റെ 3 ലക്ഷം, ഈ DA ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, DA കൊടുത്തിരിക്കുന്നത് 50% അല്ലേ. ആ 50% 5,000 വെച്ച് കൂട്ടുക എന്തിന്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിന്. അപ്പോൾ ഇവിടെ ഈ 1,20,000 വരെ DA 60,000 വരും, ബേസിക് പേയും വരും. രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇവിടെ 3,60,000 വന്നത്. അപ്പോൾ എക്സസ് വന്നത് നമുക്ക് 12% വരെ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. ഇവിടെ എത്രയാണ് വരുന്നത് 14 വരുന്നത്. അപ്പോൾ 2% എക്സ്ട്രാ ഉണ്ട്. ആ 2% സാലറിയിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ആ 2%. ഓക്കെ. അപ്പോൾ അത് എന്താണ് 7,200 വരും. വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അത് എന്താണ് 15% ഓഫ് സാലറി ഓർ ഫോർ 5 months ആണ്, അല്ലെങ്കിൽ 10% ഓഫ് സാലറി ഫോർ 7 months. 15% സാലറി ഫോർ 5 months 6,000 ആണ്. മറ്റേതാണ് സാലറീൻ്റെ കൂടെ DA, അതിൻ്റെ കൂടെ എന്താണ് 15% ഓഫ് സാലറി, പിന്നെ സാലറി ഫോർ 7 months 10%. അത് 4,25,600 വരും. സോറി, സാലറി ബേസിക് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്നത്. സാലറി ബേസിക് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 ആണ് ബോണസ് വരെയുള്ളത്. ഓക്കെ. അതായത് എന്തൊക്കെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ബേസിക് പേ, DA, പിന്നെ എന്താണ് അലവൻസസ്, ബോണസ്. അപ്പോൾ അത് എന്താണ് കൂട്ടുക. എന്നിട്ട് എന്താണ് സാലറി 15% ഓഫ് സാലറി ഫോർ 5 months, 10% ഓഫ് സാലറി ഫോർ 7 months. ആ രണ്ടും നോക്കുക. പിന്നെന്താണ് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. അപ്പോൾ എന്താണ് ഈ 26,600 ഇതും കൂടി ആഡ് ചെയ്താൽ 51,427 വരും. പിന്നെ വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്നാണ്, അതിനൂടെ ഫർണിച്ചറിൻ്റെ ചിലവും കൂടി കൂട്ടുക. ഓക്കെ. അപ്പോൾ എത്രയാണ് വന്നിരിക്കുന്നത്, അപ്പോൾ വന്നിരിക്കുന്നത് 53,927. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. അതിൽ നിന്ന് പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുക 50,000. അപ്പോൾ 4,96,727. പിന്നെന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നുണ്ട്. അത് നമുക്ക് എത്രയാക്കി ഇത് കിട്ടുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മന്ത്ലി ആയിട്ട് 10,000 രൂപയാണ് കിട്ടുന്നത്. അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1,20,000. അതിന് മുനിസിപ്പൽ ടാക്സ് പറഞ്ഞത് എവിടെയാണ് 10%. അതായത് ഇപ്പോൾ ഇതിൻ്റെ 10% മുനിസിപ്പൽ ടാക്സ്
10% അത് മുനിസിപ്പൽ വാല്യൂ നട്ടോ കുറയ്ക്കുക. അപ്പോൾ അത് എത്ര വരുന്നത് വെച്ചാൽ 10,000 വന്ന്. അപ്പോൾ അത് എന്താണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 33,000 ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ 75,000 വന്ന്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകായി. അതിൽ നിന്ന് പിന്നെ ATC ടു ATU വരെയുള്ള ഡിഡക്ഷനാണ്. ATCയിൽ നമുക്ക് ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണ് കൊടുക്കുന്ന പൈസ ATCയിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. 14% ഓഫ് 3,60,000 പ്ലസ് എന്താണ് 20,000 ആണ്. അപ്പോൾ 70,200 കാര്യം എംപ്ലോയിൻ്റെതാണിത്. 14% എംപ്ലോയറുടെ എത്രയാണ് നമുക്ക് ഈ പറഞ്ഞ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് എംപ്ലോയിൻ്റെത് മാത്രമാണ് കേട്ടോ ഇവിടെ കുറയ്ക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയിൻ്റെ 14% കൂട്ടും, അതിൻ്റെ കൂടെ എന്താണ്, അപ്പോൾ ഇതിൻ്റെ 14% 50,400 വരും. അതിൻ്റെ കൂടെ എന്താണ് LIC ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇവിടെ പ്രീമിയം 20,000 രൂപ അടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് വരുന്നത്. ATD എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 22,000, അതാണെന്ത് ATDയിൽ വരുന്നത്. പിന്നെ ATG വരുന്നുണ്ട്, ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. ഡൊണേഷൻ എത്രയാണ്, ഡൊണേഷൻ 20,000 കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഇവിടെ എഴുതുക. അപ്പോൾ ഇതിന്ന് ഈ ഡിഡക്ഷൻസ് കുറച്ചാൽ 4,61,327 വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബേസിക് കണക്കുകളാണ്. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കി നോക്കുക. ആദ്യം ബേസിക് പേ ചെയ്താൽ DA ചെയ്താൽ ആ ഒരു ഫോർമാറ്റിക്ക് ശരിയായി തരുന്നതാണ് ഏകദേശം കുറേ കണക്ക് ശരിയാവുന്നുള്ളതാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നടന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.